ഭൂതഗണാതിസേവിതം കവിത്തജംബോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിഷേധിനി. പുള്ളി പറഞ്ഞു താൻ എങ്ങനെ എൻ്റെ നമ്പറൊക്കെ തപ്പിയെടുത്തു, എന്തായാലും സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് പറഞ്ഞു ഞാൻ 84 വയസ്സായപ്പോൾ എനിക്ക് അവിടെ വരെ എത്താൻ പറ്റില്ല, എന്തായാലും സന്തോഷം, എല്ലാവരും കാണാനൊക്കെ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്ന അക്കൗണ്ടന്റ് രാമമൂർത്തി സാറാണ്, വി രാമമൂർത്തി. രാമമൂർത്തി സാറ് മധുരയിലായിരുന്നു സെറ്റിൽ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ കുറേ അന്വേഷിച്ചിട്ടും അവരെ മധുരയിൽ ആ അഡ്രസ്സിലില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരും സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ ഇവിടുത്തെ വീടെല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് സാറ് US പോയി കഴിഞ്ഞു. അപ്പോൾ കോൺടാക്ട് നമ്പറൊന്നും കിട്ടാനില്ല എന്ന്. പിന്നെ നമ്മുടെ ചുള്ളിക്കലുണ്ടായിരുന്ന PK രവീന്ദ്രൻ സാറുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് കണ്ണിങ്ങനെ അടിച്ചു വരുന്നത്. രവി സാറും മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെ ഇപ്പോഴും ചുള്ളിക്കലുണ്ട്. പിന്നെ മാണി സി വെടിയത്തുമാരുണ്ട്. സാറ് എലഞ്ഞിയിലായിരുന്നു. സാറ് മരിച്ചുപോയി. സാറിൻ്റെ വൈഫുണ്ട്, പക്ഷെ അവരിപ്പോൾ ബെഡിഡാണ്. മക്കള് കോണ്ടാക്ട് ഉണ്ട്. പിന്നെ NU ചാക്കോ സാറുണ്ടായിരുന്നു. സാറ് മരിച്ചുപോയി. സാറിൻ്റെ വൈഫ് അന്നം എന്ന് പറഞ്ഞിട്ട് അവർ പിറവത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ VV പുന്നൂസ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. പുള്ളി മരിച്ചു, പുള്ളിയുടെ വൈഫൊക്കെ മരിച്ചുപോയി, അറിയില്ല, അതാണ്. പിന്നെ VV ജോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഇരിട്ടിക്കാരനായിരുന്നു. ഇവിടുന്ന് കടുത്തുരുത്തേക്ക് വെക്കേഷനായിട്ടൊക്കെ ട്രാൻസ്ഫർ ആയി പോയതാണ്. പുള്ളി തലയോലപ്പുറം അടുത്ത് അവിടെയാണ് താമസിച്ചിരുന്നത്, നീഴൂരോ അവിടെയാണ് താമസിച്ചിരുന്നത്. പിന്നെ MI പൗലോസ് IP ഏട്ടൻ സ്ഥലത്തുണ്ട്. ചിത്രപ്പുഴയെന്ന് വന്നിരുന്ന ആളാണ്. ഇപ്പൊ മണിയടിയിൽ പോയി സെറ്റിലായിട്ടുണ്ട്. പിന്നെ SS നീലകണ്ഠൻ ഇന്ന് നെയ്യാറ്റിങ്കരക്കാരനായിട്ട് വന്ന ആളാണ്. ഇപ്പം കടുങ്ങല്ലൂരുകാരനായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ GJ സുന്ദർരാജ് മരിച്ചുപോയി. പുള്ളി കളിക്കവള അവിടെയാണ് വീട്. 3-4 വർഷം മുമ്പ്, മരിക്കണേന് 1 വർഷം മുമ്പ് വരെ കണ്ടിരുന്നു. പുള്ളി എറണാകുളത്തൊക്കെ വരുമ്പോൾ ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. അതെ, അതന്ന് പുള്ളിക്ക് PF ഒക്കെ കൂടെ വാങ്ങിയിട്ടൊന്നും ആവശ്യമുണ്ടായിരുന്നു. പിന്നെ വാസുദേവൻ P വാസുദേവൻ ഏർപ്പാടുകാരൻ, അമ്പലപ്പുഴക്കാരനാണ് ഇപ്പോൾ. പിന്നെ N നടരാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേരും ആ ഫോണിൽ നമ്മൾ പോസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ ബാങ്കിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഒരു അസാമാന്യ കഴിവുണ്ടായിരുന്നതാണ്. പിന്നെ TT അഗസ്റ്റിൻ അന്നത്തെ DCCP ആയിരുന്നു. പുള്ളി ഞാൻ ഓർക്കുന്നുണ്ട്, ഇൻവേർഡ് രജിസ്റ്ററായിട്ട് നടന്ന ഓരോ സ്ഥലത്തും അതിന്റെ ഡിസ്പോസൽ മാർക്ക് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നടക്കുമായിരുന്നു. അഗസ്റ്റിൻ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്ക് നടക്കാനൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്, ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റില്ല, തീരെ വയ്യ, വീട്ടിൽ നിന്ന് പുറത്ത് പോകാറില്ല. പിന്നെ KP ചാക്കോയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ ഭയങ്കര ഗുരു എന്ന് പറയാം. ചാക്കോ ചേട്ടനെ തീരെ വയ്യാതെ കുറേ നാളായിട്ട് വീട്ടിൽ തന്നെ കൺഫൈൻഡ് ആയിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് പോയി കാണാറുണ്ടായിരുന്നു. അപ്പം പുള്ളി ഒരു 3-4 മാസം മുമ്പെയാണ് മരിച്ചത്. ഞാൻ 1972 LPT ബ്രോഡ്വേ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തത്. അവിടെ 89-കാരനായിട്ട് തുടങ്ങി. പിന്നെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ എറണാകുളത്തിന് കൂടി. മൂവാറ്റുപുഴയാണ് വീടെങ്കിലും. അല്ല, തിരക്കെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാനില്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി തന്നെ ബാലകൃഷ്ണൻ നായരുടെയൊക്കെ അവസ്ഥയായി പോകും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. He was accountant in the branch. But before saying anything, I thought we should appreciate because it is a real Herculean effort. For one thing, memory also. Say, to remember all these
people. It was tough. Generally, everybody was quite okay work-wise. That way, it was all right. Let me, lot of people, everybody I remember, they have been excellent as far as work is concerned. Because it's not present building. One building behind that branch was there. With what bank has done to me. Even now I am contented. Nothing. Thank you. Family, I have a son. He's in Bangalore. He passed out from CAT, mechanical engineering from. എൻ്റെ പേര് ബാലകൃഷ്ണൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൽ അതേ പേര് തന്നെയാണല്ലേ? അതേ പേര് തന്നെ. SPTയിൽ ജോയിൻ ചെയ്യുന്നത് 1971 നവംബർ 10-ാം തീയതിയാണ്. 71 നവംബർ. അതിന് മുമ്പ് ഞാനൊരു കോളേജിൽ പഠിപ്പിക്കായിരുന്നു. ആ കോളേജ് പൂട്ടാതായപ്പോഴാണ് ഞാൻ ഈ ബാങ്കിൽ. ഞാൻ 18/10/72 പ്രൊബേഷൻ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തു. ആദ്യത്തെ ബ്രാഞ്ച് തൃശ്ശൂർ മെയിൻ ബ്രാഞ്ചായിരുന്നു. അന്ന് ചെല്ലുമ്പം തൃശ്ശൂർ അതുവരെ ഒരു പ്രൊബേഷൻ ഓഫീസർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കരുതിയത്. കാരണം എന്നെ കണ്ടപ്പോൾ വേറൊരു ഗ്രഹത്തിൽ വരുന്ന ഒരു ജീവിയെ പോലെയാണ്. അങ്ങനെ എന്ത് ചെയ്യാമെന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന്, ദൈവദൂതന്മാർ ഒരാൾ വന്ന് ഈ കൗണ്ടറിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ SC ചേർക്കാനും അയക്കാനൊക്കെ പഠിപ്പിച്ചു. പക്ഷേ പുള്ളി എന്തുകൊണ്ടാണ് എന്നെ ഏറ്റെടുത്തതെന്നാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. വൈകുന്നേരം 4 മണിയാകുമ്പോൾ പുള്ളി ഫുട്ബോൾ കളിക്കാൻ പോകണം. അപ്പോൾ പുള്ളിയുടെ സബ്സിഡിയറി എഴുതാൻ എന്നെ ഏൽപ്പിക്കും. ഞാൻ ആദ്യത്തെ ദിവസം എന്ത് സബ്സിഡി എഴുതാൻ പുള്ളി ഒരു കാര്യം ചെയ്യും, മഞ്ഞയൊക്കെ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ എഴുതും, മറ്റേ കളറിലുള്ളതൊക്കെ രണ്ടാമത്തെ കോളത്തിൽ എഴുതും. പക്ഷെ എന്നാലും എനിക്ക് അദ്ദേഹത്തിനോട് ഇപ്പോഴും നന്ദിയാണ്. കാരണം ബ്രോഡ്വേയിൽ ഞാൻ 74 തേർഡ് ബ്രാഞ്ച് പ്രൊബേഷൻ ഓഫീസറായിട്ടൊന്ന് ജോയിൻ ചെയ്തു. അത് സാറിടുന്ന മാനേജർ അദ്ദേഹം എനിക്ക് ആദ്യം അലോട്ട് ചെയ്തത് വെസ്റ്റേൺ സീറ്റ്, അതായത് കൊച്ചിൻ റിഫൈനറീസും ഫോറിൻ എക്സ്ചേഞ്ച്. എൻ്റെ ബാങ്കിലെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈമാണ്. ഞാൻ 72 ജാനുവരിയിൽ ശ്രീമാർ പറഞ്ഞ 89 ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 73 എൻ്റെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് കറുകുറ്റിയിൽ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ അങ്കമാലി ബ്രാഞ്ചിൽ പോയി. അങ്ങനെ 2 ബ്രാഞ്ചിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഡെപ്യൂട്ടേഷനായിട്ട് അമ്പലമുകൾ ബ്രാഞ്ചിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഗീവർഗി സാറും പിന്നെ ബീരൻ സാറും ഒന്നും അതൊക്കെ ഉള്ളൂ. പിന്നെ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇത്രയും പേര്. വൃശ്ചികമാണത്തെ പന്തലി വെച്ചോ, പിച്ചകപ്പൂവള്ളിക്കുടിലിൽ വെച്ചോ. വൃശ്ചികമാണത്തെ പന്തലിൽ വെച്ചോ, പിച്ചകപ്പൂവള്ളിക്കുടിലിൽ വെച്ചോ. ആരോടും ചിരിക്കുന്ന കുസൃതിക്കു പ്രിയദേവൻ ജീരക കസവിൻ്റെ പുടവ തന്നു, പട്ടു പുടവ തന്നു. നീ ശ്രീമംഗലയായി അന്നു നീ സീമന്തിനിയായി. 71 തോന്നുന്നു ബ്രോഡ്വേയിൽ വന്നു. അന്ന് KC ഉമ്മൻ എന്ന് പറയുന്ന സാറായിരുന്നു മാനേജർ. ഇച്ചിരി കേൾവിക്കുറവുണ്ടായിരുന്നു. ഇപ്പം എന്നെ അത് ബാധിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അതിൻ്റെ ദുരിതം എന്താണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് എനിക്ക് പറയാൻ പറയാനുള്ളവർക്ക് കൊടുക്ക്. എൻ്റെ പേര് മാത്യു വി ജേക്കബ് എന്നാണ്. 89 days
സ്കീമിലാണ് ബാങ്കിൽ ചേർന്ന് ബ്രോഡ്വേ വന്നു. അവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി. അവിടെ ഇങ്ങനെ ഒരു നല്ലൊരു കൂട്ടുകാരെയൊക്കെ കിട്ടിയതിൽ ഒരു സന്തോഷം ഉണ്ടായില്ലല്ലോ. എൻ്റെ പേര് മാത്യൂസ്, എം മാത്യൂസ്. ഞാൻ 72 മാർച്ച് 1-ാം തീയതി ബ്രോഡ്വേ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. 76 ജൂണിൽ ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആയി, ട്രിവാൻഡ്രം മെയിൻ ബ്രാഞ്ച്. ഞാൻ 78 ജൂലൈ വരെ ഞാൻ ബ്രോഡ്വേ ബ്രാഞ്ചിൽ ക്ലാർക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 70 ബാച്ച് അല്ലേ? 70 ബാച്ചിലാണ് ബാങ്കിൽ ജോയിൻ ചെയ്തത്. 78 വരെ ഉണ്ടായിരുന്നു. പ്രൊമോഷനൊന്നും വേണ്ട എന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. വേലട്ടം ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്ന സമയം അവിടെ വീട് പണിയുന്നു. അതോടൊപ്പം ഇരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നെടുങ്ങാടി സാറാണ് മാനേജരായിരിക്കുമ്പോൾ അദ്ദേഹം നിർബന്ധിച്ചിട്ടാണ് ഞാൻ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി പോയത്. 78 ജൂലൈയിൽ ഞാൻ ചെങ്ങന്നൂർക്ക് ട്രാൻസ്ഫർ ആയി പോയി. തൊടുപുഴ ബ്രാഞ്ചിൽ നിന്ന് എറണാകുളം ബ്രോഡ്വേയിൽ വന്നു. ബ്രോഡ്വേയിൽ തൃക്കാക്കര ബ്രാഞ്ച് മാനേജരായിട്ട് പോയി. തൃക്കാക്കര കൊച്ചി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ബ്രാഞ്ചിൽ. അവിടെ നിന്ന് ചേർത്തല ബ്രാഞ്ച്, ചേർത്തലയിൽ നിന്ന് പനമ്പള്ളി സോണൽ ഓഫീസിൽ പ്ലാൻ മാനേജരായിട്ട് 3 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം ഉദ്യോഗമുണ്ട് ബ്രാഞ്ചിൽ വന്നു. ഉദ്യോഗമുണ്ട് ബ്രാഞ്ചിൽ നിന്ന് എൻ്റെ പേര് ടിച്ചറിയ വിജയ്. എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, സാറാമ്മ. ഞങ്ങൾ രണ്ടുപേരും ബ്രോഡ്വേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് ഇരിങ്ങാലക്കുട ആയിരുന്നു. അവിടുന്ന് 67 ബ്രോഡ്വേ വന്നു. ബ്രോഡ്വേ 74 കോട്ടയം സൈഡിലേക്ക് പോയി. പിന്നെ അവിടെ പല ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്തു. 1964 ബാച്ചാണ്. 1964 ചവറ ബ്രാഞ്ചിലാണ് ജോയിൻ ചെയ്തത്. അവിടുന്ന് ആണ് ബ്രോഡ്വേ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അവിടെ 2-3 വർഷം ഉണ്ടായിരുന്നു. 70ക്ക് മുമ്പ് ഒരു 1-1.5 വർഷം കഴിഞ്ഞപ്പം അവിടുന്ന് ട്രാൻസ്ഫർ വന്ന് ബ്രോഡ്വേയിൽ വന്നു. 72 മുതൽ 74 വരെ ബ്രോഡ്വേയിലിരുന്നു. ബ്രോഡ്വേയിലെ 1-1.5 വർഷത്തെ കഴിഞ്ഞപ്പം ഞാൻ പൗലോസ് ഞങ്ങളെല്ലാം പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ നിന്ന് അങ്ങ് നാട് കടത്തി. രാമനാഥൻ, ഹരിപ്പാട് സ്വദേശം. 72 ബ്രോഡ്വേയിൽ ജോയിൻ ചെയ്തു. അതിനു മുമ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൽ 2 കൊല്ലം വർക്ക് ചെയ്തു. ഈ ബാങ്കിലെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ബാലകൃഷ്ണൻ സാറിനെ. അതിനു മുമ്പും പരിചയമുണ്ടായിരുന്നു. ഇത് ജോർജ് കുട്ടി. ഞാൻ 72 ഫെബ്രുവരിയിൽ ബ്രോഡ്വേ ജോയിൻ ചെയ്യുന്ന 1 കൊല്ലം മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ ബ്രോഡ്വേയിൽ. അത് കഴിഞ്ഞ് ഞാൻ ആലുവയ്ക്ക് പോയി. ആലുവയിൽ നിന്ന് ചമ്പക്കുളം. അവിടുന്ന് 80 എനിക്ക് പ്രൊമോഷൻ കിട്ടി. 2010 ആലപ്പുഴ മെയിൽ നിന്ന് അറിയുന്നു. 2 മക്കളാണ്. വൈഫ് എഞ്ചിനീയറാണ്, ഇടപെടലായിരുന്നു. എൻ്റെ പേര് വർഗീസ് PV. കോലഞ്ചേരിക്ക് അടുത്താണ് വീട്. കോലഞ്ചേരി പാങ്ങോട് എന്ന് പറയുന്ന സ്ഥലം. ഞാൻ ബ്രോഡ്വേ ബ്രാഞ്ചിൽ 1970 ഏപ്രിൽ മാസം KC വുമൻസ് മാനേജരായിരിക്കുമ്പോൾ ജോയിൻ ചെയ്തു. പിന്നെ 76 അവിടെ നിന്ന് കളമശ്ശേരി, സൗത്ത് കളമശ്ശേരിയിലേക്ക് അന്നത്തെ മേജർ ഇൻഡസ്ട്രിയൽ ബ്രാഞ്ചിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. എൻ്റെ പേര് CS ഗോപാലകൃഷ്ണൻ. ഞാൻ 72 ബ്രോഡ്വേ ബ്രാഞ്ച് ജോയിൻ ചെയ്തു. ഒരു 1.5 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്ക് MG റോഡിലേക്ക് മാറ്റി. കഴിഞ്ഞ് 77 പ്രൊമോഷൻ കിട്ടി. കുറേ അധികം ബ്രാഞ്ചുകളിൽ നമ്മുടെ ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് ബ്രാഞ്ച്, മദ്രാസ് മെയിൻ ബ്രാഞ്ച്, പിന്നെ ഇന്റർനാഷണൽ സർവീസ് ബ്രാഞ്ച്, അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് ഇവിടെ 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മരിക്കണം. അത് ചിലരുടെ കാര്യം കേട്ടിട്ടില്ല. രാത്രി കിടന്ന രാവിലെ പോയി. ആർക്കും, നമുക്കും ബുദ്ധിമുട്ടില്ല, മറ്റേ വീട്ടുകാർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാതെ. ഞാൻ 72 ബാങ്കിൽ വന്നതാണ്. 83 ആയപ്പോഴത്തേക്കും MG റോഡ് ബ്രാഞ്ചിലേക്ക് പോയി. തിരിച്ച് ബ്രോഡ്വേ ബ്രാഞ്ചിൽ പുതിയ ബ്രാഞ്ചിൽ വന്ന് അവിടെ എനിക്ക് അറ്റാക്കൊക്കെ വന്ന് കുറെ കാലം സൂയില്ലാതെ കിടപ്പായിരുന്നു. അത് കഴിഞ്ഞ് VRS വന്നപ്പോൾ VRS എടുത്ത് ഞാൻ പോന്നു. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ സ്വസ്ഥമായിട്ടൊക്കെ നടക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ PP രവീന്ദ്രൻ. 1900 ഏപ്രിൽ 6 SPT ബ്രോഡ്വേയിൽ ജോയിൻ ചെയ്തു. 2001 മാർച്ച് 31 മുളന്തുരുത്ത് ബ്രാഞ്ചിൽ നിന്ന് VRS എടുത്തു. ഞാൻ ഫൈനാൻസ് നടത്തി. അവിടെ രക്ഷപ്പെട്ടില്ല. കട തുടങ്ങി, അവിടെയും രക്ഷയില്ല. അവസാനം കൊടിഞ്ഞമ്പാലക്കടുത്ത് ഒരു കള്ള് ഷാപ്പ് ഞാൻ ഏറ്റെടുത്ത് നടത്തി. കടന്നപ്പോ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ, മറ്റാരും
കൊട്ടാരം കെട്ടി വെണ്ണാരം കല്ലോ പെരുക്കി ഞാൻ അന്നൊരു വെണ്ണക്കൽ കൊട്ടാരം കെട്ടി 7 നിലയുള്ള വെൺപാടക്കെട്ടിൽ ഞാൻ വേഴാമ്പൽ പോലെയിരുന്നു രാജകുമാരനെ കാണാൻ. ബഹുമാനപ്പെട്ട എൻ്റെ സീനിയർ മാനേജർമാർക്കും മറ്റ് സഹപ്രവർത്തകർക്കും എല്ലാം എൻ്റെ നന്ദി. ഞാൻ 1970 ആണ് ബാങ്കിൽ കാഷ്യറായിട്ട് ജോയിൻ ചെയ്തത്. ഹൈ റേഞ്ചില് മിക്കവാറും എല്ലാ ബ്രാഞ്ചിലും 2 വർഷം എന്നിട്ട് 2 വർഷം ഹൈ റേഞ്ചിലെ എല്ലാ ബ്രാഞ്ചിലും ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ നാട് വൈക്കാണ്. വൈക്കത്തേക്ക് ഒരു ട്രാൻസ്ഫർ ചോദിച്ച് കിട്ടിയില്ല. ഏറ്റവും അടുത്ത് എറണാകുളമാണെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്തേക്ക് ബ്രാഞ്ചില് ഞാൻ ജോയിൻ ചെയ്ത അന്ന് തൊട്ട് ഐസ്നെറ്റ് കാഷ്യർ അലവൻസ് കിട്ടുന്നുണ്ട്. അതായത് ജോയിൻ ചെയ്ത ആ ഡേറ്റ് തൊട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. എന്താ അറിയില്ല. ബ്രോഡ്വേയിൽ വന്നപ്പോൾ എനിക്ക് ഐസൊലേറ്റ് കാഷ്യറായിട്ട് അത് കിട്ടി. എറണാകുളത്ത് എന്ത് ആവശ്യത്തിന് വന്നാലും എറണാകുളം ബ്രോഡ്വേയിൽ വരണം, ഈ എറണാകുളം പരിസരത്തുള്ള എല്ലാ കസ്റ്റമേഴ്സും. അപ്പൊ അങ്ങനെയുണ്ട് നമുക്ക് എല്ലാവരും നമ്മളെ അറിയാം. എന്നൊരു പ്രധാന ഇതെടുത്ത് പറയാൻ കാരണം ഞാൻ കുഞ്ഞു 1970 ഏപ്രിലിൽ കളമശ്ശേരിയിൽ ജോയിൻ ചെയ്തു. സെപ്റ്റംബറിൽ ബ്രോഡ്വേ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നു. 73 മേയിൽ ചെറുപ്ലാശ്ശേരിക്ക് പോയതുപോലെ. എൻ്റെ പേര് നീലകണ്ഠൻ നായർ. ഞാൻ 1972 ബ്രോഡ്വേയിൽ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് 74 ട്രാൻസ്ഫർ ആയിട്ട് ട്രിവാൻഡ്രം സൈഡിലോട്ട് പോയി. 78 ഫെബ്രുവരിയിൽ ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്ത് ഞാൻ മസ്കറ്റിലോട്ട് പോയി കഴിയുന്നു. ഞാൻ MI പൗലോസ്. ഞാൻ 1970 ഏപ്രിൽ 7 ബ്രോഡ്വേ ബ്രാഞ്ചിൽ കാഷ്യറായിട്ട് ജോയിൻ ചെയ്തു. ഞാൻ 72 മുതൽ ഒരു റിബൽ ആറ്റിറ്റ്യൂഡുകാരനായി. ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് യോജിക്കാത്ത ഒരു കാര്യം ബാങ്കിന്റെ MD പറഞ്ഞാൽ പോലും ഞാൻ ചെയ്യുകയില്ല. അതിന് ഒരു പക്ഷേ പിന്നെ തമ്പി സാറിന് അറിയാം, മോഹൻ സാറിന് അറിയാം. ഞാൻ പറയും ശ്രീകുമാർ സാറിന്റെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള ആ എന്തൂസിയാസമാണ്. ശ്രീകുമാർ സാറിന്റെ ലീഡർഷിപ്പിൽ ഞാനും മീറ്റിംഗ് നടത്താൻ നിങ്ങളെ പലരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഓർഗനൈസിങ് കപ്പാസിറ്റി, അതിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഹലോ, എൻ്റെ പേര് അഞ്ജൻ. ഞാൻ 1972 കോട്ടൺ മെമ്പറേജിലാണ് ജോയിൻ ചെയ്തത്. 89 ഡേയ്സ്. അവിടുന്ന് 74 ബ്രോഡ്വേ ബ്രാഞ്ചിൽ വന്നു. ഞാൻ കാഷ്യറായിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ അവിടുത്തെ ബിജെപിന് പൗലോസ് സാറ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. 75 എനിക്ക് ഇവിടുന്ന് ന്യൂഡൽഹി ബ്രാഞ്ചിലോട്ട് കാഷ്യറായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താണിരുന്നലിഞ്ഞാടിയിടുന്നൊരു സുമംഗലിക്കുരുവി. ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി. കണ്ണും കടക്കണ്ണും കഥ കൈമാറും നേരം സിരകളിലെങ്ങോ ഒരു കല്യാണമേളം. കണ്ണും കടക്കണ്ണും കഥ കൈമാറും നേരം സിരകളിലെങ്ങോ ഒരു കല്യാണമേളം. മണിച്ചിറകടിച്ചവനോടൊപ്പം ഒന്നകലെയെങ്ങാനും പറന്നുയരണം ഇനിയൊരു നാൾ സിന്ദൂരക്കുരുവി. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിയിടുന്നൊരു സുമംഗലിക്കുരുവി. ഇണയരുകിൽ തുണയരുകിൽ, ഇണയരുകിൽ തുണയരുകിൽ സിന്ദൂരക്കുരുവി. താങ്ക് യു. ഞാൻ ഷോർട്ടായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിർമ്മലകുമാരി ഭീമല്ലേ ജോയിൻ ചെയ്തത് 18/2/1972 SBTയിൽ ജോയിൻ ചെയ്തു. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ റിട്ടയർമെൻറ്റിൽ എൻജോയ് ചെയ്യാണ്.
പിന്നെ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ ശ്രീകുമാറിൻ്റെ എൻതൂസിയാസത്തിനെ ഞാൻ എപ്രീഷിയേറ്റ് ചെയ്യുന്നു. മാത്രമല്ല ഒരു സ്പെഷ്യൽ നന്ദിയും പറയാം. ഇതുപോലെ ഇനിയും കൂട്ടായ്മകൾ ഉണ്ടാവണം ഫ്യൂച്ചറിൽ. നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അതുകൊണ്ട് വളരെ സന്തോഷം. പഴയ ആൾക്കാർക്ക് കാണാൻ പറ്റിയില്ലേ, അതുകൊണ്ട് സന്തോഷം. ഷോർട്ടായിട്ട് അധികം സംസാരിച്ചിട്ടില്ല. ഞാൻ ധനലക്ഷ്മി. എനിക്ക് വലിയ വീരപരാക്രമങ്ങളൊന്നും പറയാനില്ല. ബ്രാഞ്ചിനെ പറ്റി വളരെ സൈലൻ്റായിട്ട് പണിയെടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ശിവരാമൻ കുറേ സഹായിച്ചിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റിലൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നു എന്താ ചെയ്യേണ്ടത്. എത്ര സ്റ്റാഫാണ്, അത് നെടുങ്ങാടി സാറാണ് മാനേജർ. അപ്പോൾ എല്ലാവരും പറയും ഇടയ്ക്കിടയ്ക്ക് വിളിക്കും കേട്ടോ, പോണ്ടി വരുന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി. എന്തുണ്ടെങ്കിലും ഞാൻ ശിവരാമനോട് ചോദിക്കും. അപ്പോൾ ശിവരാമനെ പറ്റി ബാക്കിയുള്ളവർക്കൊരു അഭിപ്രായമുണ്ട്. ശിവരാമൻ ആർക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല. ഇടപ്പള്ളി അവസാനം ഓവർസീസ് ബ്രാഞ്ച്, അവിടെ നിന്നാണ് VRS എടുത്തത്. ഒരു മകളുണ്ട്, മകള് ബാംഗ്ലൂരാണ്, അവൾക്കൊരു മകളുണ്ട്. ഹസ്ബൻഡ് ഗുസാറ്റിലെ പ്രൊഫസറായിരുന്നു, റിട്ടയർ ചെയ്ത്. ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമായിരുന്നു. അതുപോലെ ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. അത്രയും വേറെ. നമസ്തേ എല്ലാവർക്കും. ശരിക്കും ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ ആകെ ഒരു 6 മാസം കഷ്ടി മാത്രമേ ബാങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് ഫ്രം 1972 ജാനുവരി ടിൽ ജൂലൈ. പെട്ടെന്ന് അത് തീർന്നു. അപ്പൊ എനിക്ക് ഇതുപോലെ എന്തൊരു ഡൈനാമിക് എക്സ്പീരിയൻസ് ആണ് എല്ലാവരുടെയും. എനിക്കിത് കേട്ടിട്ട് ശരിക്കും എന്താണ് ഇങ്ങനെ പെട്ടെന്ന് ഇഷ്ടംപോലെ ട്രാൻസ്ഫർ. ഒരു കൊല്ലത്തിൽ എത്രയോ പ്രാവശ്യം ആളുകൾ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ജോയിൻഡ് NPO അവിടെ തന്നെയായിരുന്നു. ടിൽ മൈ റിട്ടയർമെന്റ് ഐ വാസ് ഓൺ ദി ഈസ്റ്റ് കോസ്റ്റ് ബിക്കോസ് നേവിക്ക് വേണ്ടിയാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേവിയുടെ കപ്പലുകളൊക്കെ വരുന്നത് നമ്മുടെ ബോംബെയും കൊച്ചിയും അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്നും യാത്രയാണ്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് എപ്പോഴും ഒരു റെഫ്രഷർ കോഴ്സുകൾ ഉണ്ടാകും. അത് എപ്പോഴും നമ്മുടെ മുസോറിയിലാണ്. അപ്പൊ ഈ അറ്റത്തുനിന്ന് അറ്റം വരെ പോവുക. അപ്പൊ ഈ റെഫ്രഷർ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ അതിന്റെ ഇടയിൽ എപ്പോഴും ഒരു സാറ്റർഡേ സൺഡേ വയ്ക്കും. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അത് എപ്പോഴും ഈ ടോപ്പ് ആളുകളാണ് ഈ പോകുന്നത്. അപ്പൊ എല്ലാം ആണുങ്ങളായിരിക്കുള്ളൂ. ഐ ബി ദ ഓൺലി ഫീമെയിൽ. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് അറിയുമോ, ഒരു സ്പൗസിനെയും നമുക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് സാറ്റർഡേ സൺഡേ വെക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ കെട്ടിയാനെ കൊണ്ടുപോകാമല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ പഠിച്ചിങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അവരിങ്ങനെ അപ്പാർട്ട് ഫ്രം സയൻസ്, അവിടെ സയൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സയൻസ് കൂടാണ്ട് അവർ ദേ വിൽ ബി ഗിവിംഗ് എക്സ്ട്രാ ഡ്യൂട്ടീസ് ഓൾസോ. അപ്പം HR നോക്കാൻ പറയും. അപ്പം ഞാൻ വിചാരിക്കും HR നോക്കണമെങ്കിൽ ഐ വുഡ് ജസ്റ്റ് ഗോ ആൻഡ് സ്റ്റഡി. അപ്പൊ നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഞാൻ 89 ഡേയ്സിൽ SBI ഫോർട്ട് കൊച്ചി ബ്രാഞ്ചിൽ ഒരു 9 മന്ത്സോളം വർക്ക് ചെയ്തു. പിന്നെ 1972 SBTയിൽ ഏപ്രിൽ 26 ജോയിൻ ചെയ്തു. പിന്നെ 78 എൻ്റെ കല്യാണം കഴിഞ്ഞു. 78 ബോംബെക്ക് ട്രാൻസ്ഫറായി, റിക്വസ്റ്റ് ട്രാൻസ്ഫർ ആയിരുന്നു. ഫോർട്ട് बॉम्बे ब्रांच ज्वाइन ചെയ്തു. हो जाए दिल दीवाना किसी और को शायद कम होगी मुझे तेरी बहुत जरूरत है. पहले भी बहुत दिल तरसा है, बहले भी बहुत दिल तरसा है. तो और न दिल को तरसाना. चंदन सा बदन चंचल चितवन धीरे से तेरा ये मुस्काना. मुझे दोष न देना जग वालों, मुझे दोष न देना जग वालों. हो जाए अगर दिल दीवाना. चंदन सा बदन चंचल चितवन.
സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിഷേധിനി